ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു റിയാക്ഷൻ, അതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള ഒരു റിയാക്ഷൻ തരണമെന്ന് വിചാരിച്ചത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ കാട്ടപരാധം കേട്ടിട്ട് ഫാമിലിയിലുള്ളവരും വീട്ടിലുള്ളവരും മോനും ഒക്കെ ഇത് കേട്ടു. അപ്പോൾ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു, എന്തുകൊണ്ടാണ് അതിനെ പ്രതികരിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും അത് അവർക്ക് റീച്ച് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ റിജക്റ്റ് ചെയ്ത് കളയണത് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിയാക്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ റിയാക്ഷൻ ഇട്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം ഓൺ ഫാമിലി, എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ മകനും വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. ഇത് ഒന്ന്, നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും, ഇന്നലെ വൈകുന്നേരം ഷഫീന ബീവി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിനകത്ത് ഉള്ള ആണുങ്ങളെ പറ്റിയിട്ടായിക്കോട്ടെ പെണ്ണുങ്ങളെ പറ്റിയിട്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ പബ്ലിക് ഫെയിമായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരെ മൊത്തവും എടുത്തിട്ട് അവരുടെ കുടുംബത്തിനെടുത്തിട്ട് കാട്ടവരാതം പറയുന്ന ഒരു സ്ത്രീയാണ് ഷഫീന ബീവി. പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, ഒരു മണവും ഇല്ല, ഒന്നുമില്ല. എൻ്റെ പേര് ദിയാസന, ഷഫീന ബീവിയോടാണ് സംസാരിക്കുന്നത്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാനൊരു 10-15 കൊല്ലായി ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും മൈനോറിറ്റി മനുഷ്യർക്ക് വേണ്ടിയിട്ടും നിലകൊള്ളുന്ന ഒരാളാണ്. എൻ്റെ അടുത്തേക്ക് ഒരുപാട് കേസുകൾ വരാറുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഗവൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫെ ഞാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്താണ്. ഷഫീന ബേബി എൻ്റെ സ്റ്റാറ്റസ് ചോദിച്ചത് കൊണ്ടിട്ട് ഷഫീന ബേബിക്ക് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ കൃത്യമായ സ്റ്റാറ്റസ് പറഞ്ഞത്. ഷഫീന ബേബിക്ക് മറ്റേ കുണ്ടിക്കകത്ത് കയറ്റുന്നതും മറ്റേ സാധനങ്ങളൊക്കെ പറ്റിയിട്ടേ പറയാനുള്ളൂ. അപ്പോൾ ഷഫീന ബേബിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഞാനൊരു ഇവന്റ് കോർഡിനേറ്ററാണ്. അതുപോലെ ഞാൻ തെലുങ്ക് കന്നഡ സിനിമകളുടെയൊക്കെ റീഡപ്പ് ചെയ്യുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ഹോസ്റ്റൊക്കെ ചെയ്യും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എൻ്റെ ജോലി, എനിക്ക് ബിസിനസ് ഉണ്ട്. അപ്പം എൻ്റെ തൊഴില് അമ്മച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ല അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാന്ന് എനിക്ക് മനസ്സിലായി. അമ്മച്ചി കാട്ടവരാധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അമ്മച്ചിക്ക് എന്നെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത്. എനിക്കൊരു മകനുണ്ട്. എൻ്റെ മകന് 18 വയസ്സുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ മകനെന്ന് പറയുന്നത് കാര്യപ്രാപ്തിയുള്ള, വിഷയങ്ങളെ മനസ്സിലാക്കാൻ സെൻസുള്ള, എല്ലാ കാര്യങ്ങളിലും നോളജുള്ള, അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള, വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരു കുട്ടിയാണ്. എന്താ പറയാ, വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഭർത്താവ്, അയാൾ ഈ നിമിഷം വരെ അയാളുടെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. ആ കുഞ്ഞിനെ വളർത്തുന്നത്, നോക്കുന്നത്, ആ കുട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം ഒരു അമ്മ എന്ന നിലയിൽ ഞാനും എൻ്റെ ഉമ്മയും, അത് പ്രത്യേകം പറയണം, ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നു. നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിനക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് നിന്റെ കമന്റ് ആയിട്ട് വരുന്ന കുറെ നാറിയ ഓളികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമന്റ്, എൻ്റെ ഈ എക്സ്പ്ലനേഷൻ തരുന്നത്. നീയും കൂടെ ഒന്ന് അറിഞ്ഞ് വെച്ചേരാ. അപ്പൊ നീ എവിടെയെങ്കിലും സംസാരിക്കുമ്പം നീ എന്നെ പറ്റി പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞിട്ടൊക്കെ വരണം. നിന്റെ ചട്ടുകാലം വെച്ച്